മുട്ടിൽ മരംകൊള്ള കേസിൽ കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറായിരുന്ന പത്മനാഭനെതിരെ അന്വേഷണ റിപ്പോർട്ട്. പ്രതികൾക്ക് വേണ്ടി പത്മനാഭൻ ഒത്തുകളിച്ചെന്ന് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റിപ്പോർട്ട് നൽകി. ഈ മാസം വിരമിക്കാനിരിക്കെയാണ് നിർണായകമായ തെളിവുകൾ ലഭിച്ചത്. മുട്ടിൽ കേസിലെ പ്രതികളുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തലുണ്ട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. മുട്ടിൽ കേസിലും വൃക്ഷത്തൈ നടൽ ക്രമക്കേടിലും ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനാണ് റേഞ്ച് ഓഫീസർ എം പത്മനാഭൻ. സർക്കാർ ഉത്തരവിന്റെ മറവിൽ മരംകൊള്ളയ്ക്ക് കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറായിരിക്കെ ഒത്താശ ചെയ്തെന്നാണ് ഉത്തരമേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ DK വിനോദ് കുമാറിന്റെ റിപ്പോർട്ടിലുള്ളത്. എം പത്മനാഭൻ മെയ് 31 വിരമിക്കുമെന്നിരിക്കെയാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. പത്മനാഭനെതിരെ മുമ്പ് റിപ്പോർട്ട് നൽകിയെങ്കിലും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിശദമായ റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥൻ നൽകുന്നത്. കൽപ്പറ്റ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറായിരിക്കെ 2016-2021 കാലയളവിലാണ് സംഭവം. 2021 ജനുവരി 6 മെയ് 30 ഇടയിൽ പത്മനാഭൻ 130 തവണ മുട്ടിൽ കേസിലെ പ്രതി റോജി അഗസ്റ്റിനെ വിളിച്ചെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. റോജി 101 തവണ പത്മനാഭനെ തിരിച്ചു വിളിച്ചതായും റിപ്പോർട്ടിലുണ്ട്. പ്രതികളുമായി പത്മനാഭൻ വഴിവിട്ട ബന്ധം പുലർത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈട്ടിത്തടികൾ വയനാട്ടിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയിട്ടും നടപടിയെടുത്തില്ല. പ്രതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതിനു പകരം അവർക്കൊപ്പം നിലകൊണ്ടുവെന്നും DK വിനോദ് കുമാറിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇത് സംബന്ധിച്ച കുറ്റപത്രം വനംവകുപ്പ് പത്മനാഭന് കൈമാറി. മുട്ടിൽ മരമുറി കേസിലെ കൂടുതൽ അട്ടിമറികളാണിപ്പോൾ പുറത്തുവരുന്നത്. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് പ്രതികളുമായി നിരന്തരം റേഞ്ച് ഓഫീസറായിരുന്ന പത്മനാഭൻ ബന്ധം പുലർത്തിയതിന്റെ തെളിവുകൾ പുറത്തു വന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. മുട്ടിൽ മരംകൊള്ള സംബന്ധിച്ച് സുപ്രധാനമായ പല വിവരങ്ങളും പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ റിപ്പോർട്ടർ എസ് വിനേഷ് കുമാർ വാർത്തയ്ക്കൊപ്പം ചേരുന്നുണ്ട്. വിനേഷ്, വിരമിക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള നിർണായകമായ തെളിവുകൾ ലഭിക്കുന്നതും അത് റിപ്പോർട്ടായി കുറ്റപത്രമാകുന്നതും, അല്ലേ? കിരൺ, തീർച്ചയായും അങ്ങനെയാണ്. പക്ഷേ ഈ എം പത്മനാഭൻ റേഞ്ച് ഓഫീസർ ആയിരുന്ന സമയത്ത്, അതായത് കൽപ്പറ്റയിലെ ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ ആയിരുന്ന സമയത്ത് റോജി അഗസ്റ്റിനുമായി 130 തവണ റോജി അഗസ്റ്റിനെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട്. ഫോണിൽ ഈ കേസിൽ മുട്ടിൽ മരമുറി കേസിലെ പ്രതിയെ വിളിച്ചിട്ടുണ്ട്. റോജി അഗസ്റ്റിൻ 101 തവണ തിരിച്ചും വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ചുള്ള രേഖകളുള്ളത്. ഈ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വീണ്ടും അയാൾക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരമേഖല CCF ആയ DK വിനോദ് കുമാർ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥന് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. എന്തായാലും പത്മനാഭന്റെ പങ്ക് അന്നേ പുറത്തു വന്നതാണ്. NT സാജൻ IFS-ഉം ഈ എം പത്മനാഭൻ റേഞ്ച് ഓഫീസറായിരുന്ന എം പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ പ്രതികൾക്ക് വേണ്ടി ഒത്തുകളിച്ചു എന്നുള്ള റിപ്പോർട്ട് മുമ്പേ പോയതാണ്. പക്ഷേ പത്മനാഭനെ അന്ന് സ്ഥലം മാറ്റിയിരുന്നു. പക്ഷെ പത്മനാഭൻ പറയുന്നത് ആ സ്ഥലം മാറ്റം സാധാരണ സ്ഥലം മാറ്റം മാത്രമാണ്, തനിക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അന്ന് അദ്ദേഹത്തെ സ്ഥലം മാറ്റുക മാത്രമാണ് ചെയ്തത്. തുടർ നടപടിയോ മറ്റ് എൻക്വയറിയോ ഒന്നും ഉണ്ടായില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയും ചെയ്തിരുന്നു. എന്നാൽ പത്മനാഭന്റെ മൊഴി രേഖപ്പെടുത്താൻ പോലും തയ്യാറായിരുന്നില്ല എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് DK വിനോദ് കുമാർ വീണ്ടും റിപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് ഈ കേസിൽ ഒരു നിർണായകമായ അല്ലെങ്കിൽ ഈ പ്രതികളുമായി അത്രയും ബന്ധം പുലർത്തിയ ഒരാൾക്കെതിരെ കൂടി നടപടി ഉണ്ടായില്ല എന്നുള്ള രീതിയിൽ. ഇതിനെ തുടർന്നാണ് രണ്ടാമത് ഈ ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ DK വിനോദ് കുമാറിനോട് ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം ചോദിച്ചപ്പോൾ വീണ്ടും ഒരു കുറ്റപത്രം തയ്യാറാക്കിക്കൊണ്ട് DK വിനോദ് കുമാർ അയക്കുകയാണ് ചെയ്യുന്നത്. ഈ 31-നകം, അതായത് മെയ് 31-നകം എം പത്മനാഭൻ വിരമിക്കും, അതിനു മുമ്പ് നടപടി വേണം എന്നുള്ള രീതിയിലാണ്. എന്തായാലും പത്മനാഭനെതിരെ നടപടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കിരൺ, ശരി. വിനേഷ് കുമാറാണ്.